വെൽക്കം ടു യാ സൊല്യൂഷൻസ്. നമ്മൾ പ്രീവിയസ് ലെസൺസിൽ എങ്ങനെയാണ് സ്ലോ പ്രൂഫിലെ ഒരു ഡോർമർ എക്സ്റ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കിയത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഹിപ്പിഡും പിന്നെ ഗാബിൾ റൂഫും നോക്കിയായിരുന്നു. ഇതിനകത്ത് വേറെ ടൈപ്പിലുള്ള ഡിസൈൻസ് വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞായിരുന്നു. അത് നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ഒരു ഫേസിൽ ഞാനിങ്ങനെ ക്രിയേറ്റ് ചെയ്തു, അടുത്ത ഫേസിൽ ഞാനിത് മറ്റേ ഒരു കർവ്ഡ് ഡിസൈനായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ഡിസൈനായിട്ടുള്ള ഒരു ഷേപ്പിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിപ്പോൾ നമ്മൾ എടുക്കുന്നത് ആസ് യൂഷ്വൽ നമ്മൾ ലെവൽ 5 എടുത്തു. ഈ ഒരു വശത്താണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഇതിലോട്ട് മെർജ് ആവാത്ത രീതിയിൽ നമ്മൾ വരയ്ക്കണം. അതിനായിട്ട് ഞാൻ വോൾ എടുത്തു. എന്നിട്ട് ഞാനൊരു ഇച്ചിരി കൂടുതൽ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. ഇത് വലിയ ഒരു ഫേസ് ആയതുകൊണ്ട് കൂടുതൽ വേണമെങ്കിലും വരയ്ക്കാം. അതർവൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ. ഓക്കെ, വരച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ വോൾ വരച്ചു കഴിഞ്ഞു. നമ്മൾ നേരത്തെ എന്ത് ചെയ്തു, ഹിപ്ഡ് റൂഫ് അല്ലെങ്കിൽ സ്ലോ പ്രൂഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ റൂഫ് എടുത്തിട്ടാണ് വരച്ചത്. റൈറ്റ് നൗ നമ്മൾ റൂഫ് എടുക്കുക, പക്ഷേ എക്സ്ട്രൂഷനിലാണ് റൂഫ് എടുക്കേണ്ടത്. എക്സ്ട്രൂഷൻ വരുമ്പോൾ തന്നെ നമ്മുടെ പ്രീവിയസ് സെഷനിൽ കാണിച്ചിട്ടുള്ളതുപോലെ നമുക്ക് ലെവലിൽ നിന്ന് ചെയ്യാൻ പറ്റത്തില്ല. വി ഹാവ് ടു ഗോ ഫോർ എലിവേഷൻ. എന്തെങ്കിലും ഒരു എലിവേഷനിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ എലിവേഷനിൽ പോന്നു. സൗത്ത് എടുത്തു, അത് നോർത്തിലാണുള്ളത്. ഞാൻ നോർത്ത് എടുക്കുക. ഓക്കെ, ഇതാണ് ഞാൻ മാറ്റി വെച്ചേക്കാം വയർ ഫ്രെയിം. ഓക്കെ, റൂഫ് ബൈ എക്സ്ട്രൂഷൻ എടുത്തു കഴിഞ്ഞു. പിക്ക് എ പ്ലെയിൻ. നമുക്ക് എന്തെങ്കിലും ഒരു റെഫറൻസ്, ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു റെഫറൻസ് വേണം. ഒരു ക്ലോസ്ഡ് റെക്ടാങ്കിൾ ഐഡൻറ്റിഫൈ ആയിട്ടുണ്ട്, അതിനെ ഞാൻ എടുത്തു. ലെവൽ 6 ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്നത്. ഒബ്വിയസ്ലി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ നമുക്ക് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക, ലൈൻ വരയ്ക്കുക ആദ്യം. പിന്നെ ഞാൻ ആർക്ക് എടുക്കുക, ആർക്ക് എടുത്തിട്ട് അതേപോലെ തന്നെ കൊച്ച് അങ്ങോട്ട്, ഞാനെല്ലാം റഫായിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഞാൻ പിന്നെ ലൈൻ എടുക്കുക. ആർക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു ലൈൻ എടുത്തിട്ട് ഒരു ഫ്ലാറ്റ് പൊസിഷനും കൂടെ കൊടുക്കുക. എന്നിട്ട് ഡബിൾ എസ്കേപ്പ് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ എസ്കേപ്പ് കൊടുത്തു കഴിഞ്ഞിട്ട് ടിക്ക് കൊടുക്കുക. ഓക്കെ, ടിക്ക് കൊടുത്തപ്പോൾ എനിക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ചിങ്ങോട്ട് നീക്കി വെക്കാം. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ 3Dയിൽ നോക്കിക്കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ട് വ്യൂ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഇത് നമ്മൾ എക്സ്ട്രൂഷനെ കൂടെ ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ടുള്ളൊരു പോർഷനാണ് ചെന്നിരിക്കുന്നത്. നമ്മളത് കുറച്ച് വെച്ചേക്കണം അങ്ങനെ. ഓക്കെ, ദെൻ അതേപോലെ തന്നെയാണ് നമ്മൾ അടിയിലോട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും റൂഫിനെ കട്ട് ചെയ്തിട്ടുള്ള എക്സസ് വോൾ നമുക്ക് റൂഫിൻ്റെ അകത്ത് കാണാൻ പറ്റും. അത് നമ്മളെങ്ങനെ ശരിയാക്കുന്നത്, ആദ്യം നമ്മൾ ഈ വോളൊന്ന് സെലക്ട് ചെയ്തിട്ട് അറ്റാച്ച് ടോപ്പ് കൊടുക്കാം. ഓക്കെ, അറ്റാച്ച് ടോപ്പ് കൊടുക്കാം. ടോപ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നതിനുള്ളത് നോക്കിക്കോണം. ഇവിടെ ടോപ്പ് എന്ന് പറയുന്ന റൂഫാണ്. നമ്മൾ റൂഫ് കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഒന്നും കൂടെ അറ്റാച്ച് ബേസ് കൊടുക്കാം. ബേസ് ഈ വലിയ റൂഫാണ്. റൂഫിനെ കൊടുത്തു കഴിഞ്ഞു. ഇപ്പം നമുക്ക് നമ്മൾ അടിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബോട്ടം വ്യൂ നോക്കാം, ഒന്നും കാണുന്നില്ല. ഓക്കെ, ഈ കാണുന്നത് റൂഫിൻ്റെയാണ്. ഇപ്പോൾ റൂഫ് നമ്മൾ ഇതുവരെ അറ്റാച്ച് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട്. ഓക്കെ, ഇപ്പോൾ റൂഫ് അൺജോയിൻ ഉള്ള എലിമെൻ്റാണ് എടുക്കേണ്ടത്. ഈ റൂഫാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്. നമ്മൾ തിരിച്ച് വെച്ചേക്കാം. ഇങ്ങനെ ഈ ഒരു പോർഷൻ കാണുന്ന രീതിയിൽ തിരിച്ച് വെച്ചേക്കാം. ഇതിനെ സെലക്ട് ചെയ്തു. ഇവിടെ ഒരു അൺജോയിൻ റൂഫിനുള്ളത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഈ ഒരു എഡ്ജ് നമ്മൾ ഏത് ഫേസ് ആണോ ജോയിൻ ചെയ്യേണ്ടത് ആ ഒരു ഫേസിൻ്റെ എഡ്ജും പിന്നെ ഏത് ഫേസ് ആണോ എന്നുള്ളത് കൊടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഗോട്ട് ജോയിൻറ്റ്. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ജോയിൻ്റ് ആയിട്ടുള്ളൊരു സംഭവം വന്നു. പിന്നെ നമുക്കിനി ഓപ്പണിങ് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ അടിയിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഇതുപോലത്തെ ഗ്യാപ്പ് ഇവിടെ വന്നിട്ടില്ല. ഗ്യാപ്പ് വന്ന പോരാ, അത് അതേ ഒരു ഡിസൈനിൽ വരണം. ഇപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആർക്കിടെക്ചറിൽ പോവുക, ഡോർമർ എടുക്കുക. ഡോർമർ എന്ന് പറയുന്നത് നമ്മൾ ഏത് റൂഫിലാണോ ഡോർമർ ചെയ്യേണ്ടത്, മീൻസ് ഹോൾ ചെയ്യേണ്ടത്, ആ റൂഫാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിക്ക് റൂഫ് ഓർ വോൾ എഡ്ജസ് എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ഹിഡൻ ആയതുകൊണ്ട് കാണത്തില്ല. നമ്മൾ എന്ത് ചെയ്യുക, റിയലിസ്റ്റിക് വയർ ഫ്രെയിം മാറ്റുക. വയർ ഫ്രെയിം മാറ്റിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വോളിയുടെ അകത്തെ പ്ലെയിനാണ് എടുക്കേണ്ടത്. പുറത്തെ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ളൊരു സംഭവം അതിനകത്ത് കിട്ടത്തില്ല. അതുകൊണ്ട് റൂഫായാലും താഴത്തെ ആ ഒരു റൂഫാണ് കിട്ടേണ്ടത്. ഇപ്പം നമ്മൾ ഏത് ഡിസൈനിലാണോ ചെയ്തിരിക്കുന്നത് ആ ഡിസൈനിൽ ഔട്ട്ലൈൻ തന്നെ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിരിക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് ഫില്ലറ്റ് ചെയ്യാം. ഫില്ലറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനും ഇതും കൂടെ പിന്നെ ഇതും
ഇതും കൂടെ ഫില്ലറ്റ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ നമ്മൾ വേണ്ട പോർഷൻസാണ് സെലക്ട് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ വെളിയിലും ഇവിടെയൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാത്ത പോർഷൻസേ നമുക്ക് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഈ പോർഷനും എടുത്തു കഴിഞ്ഞാൽ ഈ പോർഷൻ പോയി കണ്ട ഇതാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വേണ്ട പോർഷൻ ഏതാണോ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പോർഷൻ കിട്ടി. ഞാൻ ഓക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ റിയലിസ്റ്റിക് മാറ്റാം. ഓക്കെ, റിയലിസ്റ്റിക് ആക്കി എന്നിട്ട് നമുക്ക് അടിയിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഓക്കെയാണ്, അതുപോലെ തന്നെ ഇരിക്കുന്നത്. പക്ഷേ ഇതേപോലെ ഹോളിലൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ആ ഒരു ഹോൾ ഗ്യാപ്പ് എങ്ങനെ, വാളിലൊരു ഹോളുണ്ട്. ഓക്കെ, അത് നമ്മളെങ്ങനെ മാറ്റുന്നത്, ലെവൽ 5 പോവുക. ഈ ഒരു വാളിൻ്റെ ക്ലിക്ക് ചെയ്യുക. ഈ സെക്കൻഡ് ഡോട്ടാണ് ശരിക്കും അതിൻ്റെ സെക്കൻഡ് ലെന്ത് അങ്ങ് ഇട്ടാന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഇങ്ങോട്ട് വലിച്ചു വെച്ച് കഴിഞ്ഞാൽ മതി. എന്നിട്ട് നമ്മൾ 3D പോകാം. 3D പോകുമ്പോൾ ദർ ഇസ് നോ ഗ്യാപ്പ് റൈറ്റ് നോ, അകത്തോട്ടൊന്നുമില്ല. പിന്നെ അത് നമുക്ക് കറക്റ്റ് പെർഫെക്ഷൻ ആണോ നോക്കിക്കോണം. നമുക്ക് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ മോഡലിങ്ങിൽ കാണത്തില്ല എന്നുണ്ടെങ്കിൽ റെൻഡർ ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണിച്ചു തരും. സൺലൈറ്റ് അതിലെ കൂടെ വരും. അപ്പോൾ നമ്മൾ ഹോളൊക്കെ ഇല്ലാത്ത രീതിയിൽ തന്നെ കറക്റ്റായിട്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇപ്പം ഞാനിതിനകത്ത് വിൻഡോ വെക്കാൻ പോവുക. ലെവൽ 5 എടുക്കുക. ഈ ഒരു വോളിലാണ് ഞാൻ വിൻഡോ വെക്കുന്നത്. അപ്പോൾ ഇവിടെ എടുക്കുക വിൻഡോയിൽ പറഞ്ഞ പോലെ നേരത്തെ ഉള്ളതുപോലെ വലിയ വിൻഡോ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാം. അതർവൈസ് വേറെ എന്തെങ്കിലും ഒരു ലോഡ് ഫാമിലി കൊടുത്തിട്ട് വേറെ ഇതേപോലത്തെ ടൈപ്പിലുള്ള എന്തെങ്കിലും വിൻഡോസ് ഉണ്ടെങ്കിൽ നോക്കാം. ഇതൊക്കെ ആവും, പക്ഷെ ഓപ്പൺ ആവുന്നുണ്ടോ എന്ന് അറിയത്തില്ല, നോക്കാം. കിട്ടി. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഞാൻ 2ആയിട്ടാണ് കൊടുക്കുന്നത്. വലുതായതുകൊണ്ട് 2ആയിട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൊടുത്താലും മതി. ഓക്കെ, സെലക്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും പെർഫെക്റ്റ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ഷേപ്പിലുള്ള ഡോർമൽ ഓപ്പണിങ്സ് കൊടുക്കേണ്ടത്. നമുക്ക് ഈ ഒരു ഷെയ്ഡ് എങ്ങനെ വേണോ, ഇത് നമ്മൾ എക്സ്ട്രൂഷൻ ആയതുകൊണ്ട് ഒരു 3D മോഡൽ ആയതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഫ്ലാഗ് വെച്ചിട്ട് തന്നെ. ഓക്കെ, മനസ്സിലായി എന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. ഓക്കെ, താങ്ക് യു.